നമ്മളെല്ലാം ഗൂഗിൾ പേ, പേ ഫോൺ, പേടിഎം തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലും പലപ്പോഴും ഈ ആപ്പുകൾ നമ്മളെ ചതിക്കാറുണ്ട്. എനിക്കും അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ചതിവ് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ ബില്ലടയ്ക്കാൻ വന്നപ്പോൾ ജിപേ എന്നെ ചതിച്ചു. ബില്ലിംഗ് സെക്ഷനിലെ ക്യൂവിലൊക്കെ മണിക്കൂറുകളോളം നിന്നിട്ടാണ് എൻ്റെ ഊഴം വന്നത്. ബില്ലൊക്കെ അടിച്ച് അവരുടെ മെഷീനിൽ സ്കാൻ ചെയ്തപ്പോഴാണ് മെസ്സേജ് വരുന്നത്, ബാങ്ക് സെർവർ ഡൗൺ ആണെന്ന്. പിന്നീട് ശ്രമിക്കാൻ. കുറേ നേരം അവിടെ തന്നെ നിന്ന് പലതവണ നെറ്റൊക്കെ ഓഫാക്കിയും ഓണാക്കിയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയുമില്ല. എൻ്റെ പിന്നിൽ നിൽക്കുന്നവരുടെ മുഖത്ത് ഈർഷ്യ ഉണ്ടാകുന്നത് സ്വാഭാവികം. ബില്ലടിക്കാൻ ഇരുന്നയാൾ ക്രെഡിറ്റ് കാർഡുണ്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുണ്ടോ എന്ന് ചോദിച്ചു. അതിനാദ്യത്തെ കാർഡ് നമുക്കില്ല. ഡെബിറ്റ് കാർഡ് സാധാരണ കൊണ്ട് നടക്കാറുമില്ല. ഈ ആപ്പുകൾ വന്നതോടെ കയ്യിൽ ഒരു രൂപ പോലും കരുതാറില്ല. അവിടെ നിന്ന് വേർത്തപ്പോൾ ബില്ലിങ്ങിലെ ആൾ പറഞ്ഞു, സാധനങ്ങൾ അവിടെ തന്നെ അതുപോലെ സൂക്ഷിക്കാം, വീട്ടിൽ പോയി കാർഡ് എടുത്തുകൊണ്ട് വന്നാൽ മതിയെന്ന്. വീട്ടിൽ പോയി വരുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ആ മുഖത്തെ ചമ്മലുമായി തിരിച്ചു വരാമെന്നും പറഞ്ഞിറങ്ങി. അല്ലാതെ എന്ത് ചെയ്യാൻ? ആ സാധനങ്ങളൊക്കെ പഴയ സ്ഥാനങ്ങളിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ വഴി പോയില്ല. ഇന്നലെ വീണ്ടും ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ATM കാർഡും കരുതിയിരുന്നു. അവിടെ ചെന്നപ്പോൾ ആശ്വാസമായി. അന്നിരുന്ന ആളല്ല കൗണ്ടറിൽ ഇന്നലെ ഇരുന്നത്. അന്നത്തെ പോലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ബില്ലടിച്ചു ജിപേയിൽ തന്നെ കാശും കൊടുത്തു പോരുന്നു. പക്ഷേ അന്നത്തെ ചമ്മൽ പൂർണ്ണമായി മാറിയത് ഇന്നലെയായിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം, ഫേസ്ബുക്കിൽ ഒരു യുവതി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ നേരം ജിപേയും പേ ഫോണും ഒക്കെ ചതിച്ച കഥ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു എന്ന് മാത്രം. പലർക്കും ഈ അനുഭവമുണ്ട്. ഈ UPI വന്നതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒരു 10 രൂപ പോലും കയ്യിൽ കരുതുന്ന ശീലം നമ്മളൊക്കെ മറന്നു. ഇതുപോലെ പല അനുഭവങ്ങൾ വന്നാലും നമ്മൾ കാർഡോ പൈസയോ കയ്യിൽ കരുതാതെ ആയിരിക്കും പുറത്തു പോകുന്നത്. എത്ര അനുഭവങ്ങൾ വന്നാലും നമ്മൾ പഠിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ പേയ്മെന്റിനെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അത്യാവശ്യം പൈസയും കാർഡുമൊക്കെ കയ്യിൽ കരുതി ഇറങ്ങുക. പല സ്ഥലങ്ങളിൽ നിന്നും തടി കേടാകാതെ മാനം പോകാതെ രക്ഷപ്പെടാം.